ഹലോ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷനെ ബേസിക്സ് കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഏത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് കാര്യങ്ങളുണ്ട്. അത് ഫ്രെയിം എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ഐ മീൻ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെയല്ല. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കാണും. യൂട്യൂബിൽ ഹൊറിസോണ്ടലായിട്ട് 16:9 എന്ന് പറഞ്ഞിട്ടൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് റീൽസിലേക്ക് വരുമ്പോൾ 9:16 ആവും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലേക്ക് വരുമ്പോൾ അത് സ്ക്വയർ സൈസ് ആവും. അങ്ങനെ നമ്മളിത് ഇഷ്ടം പോലെ നമ്മളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറേ ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്. അതിൽ ഫ്രെയിം ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എങ്ങനെ ഇതിലേക്ക് ഒരു ഫോട്ടോ ഒരു ഇമേജ് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കും. പിന്നെ ഇതിൽ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ അതിൽ സൗണ്ട് എഫക്ട്സ്, പിന്നെ ഇതിൽ നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലേക്ക് തന്നെ വേറെ ഒരു മുകളിലേക്ക് വേറൊരു ഒബ്ജക്റ്റ് വെക്കണമെങ്കിൽ നമ്മളതിന് ഓവർലേ എന്ന് പറയും. അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എല്ലാ വീഡിയോ എഡിറ്റ് സോഫ്റ്റ്വെയർസിലും നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ എഫക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിന് സ്യൂട്ടായ എഫക്റ്റ് എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അതിന് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ കറക്റ്റ് ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമുള്ള പ്ലേസിൽ എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിക്ക് ഒരു ട്രാൻസാക്ഷൻ അതൊന്ന് സ്മൂത്ത് ആക്കാൻ എങ്ങനെയാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതായാലും, പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യൽ, പിന്നെ കീ ഫ്രെയിം, അത് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റ് ഇത് എക്സ്പോർട്ട് ചെയ്യാം. ഇത് എല്ലാം നമ്മൾ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറുമ്പോൾ തന്നെ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഈ ക്രിയേറ്റ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊജക്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്രെയിം ആസ്പെക്ട് റേഷ്യോ. ഇതിലിപ്പോൾ ഫസ്റ്റ് വന്ന് കാണുന്നതാണ് 16:9. അതെന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബ് സൈസാണ്. നെക്സ്റ്റ് ടിക്ടോക്ക് 9:16. ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ്. പിന്നെ നമ്മളുടെ ഫോൺ നേരെ പിടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്വയർ സൈസ്. അത് കൂടാതെ നമുക്കിതിൽ എക്സ്ട്രാ സൈസുകളുണ്ട്. 4:3, 3:4, 4:5. ഇത് സിനിമ ആ ഒരു ഒന്നുകൂടെ ചെറുതായിട്ട്. ഓക്കെ, 2.35:1 ഇങ്ങനെയാണ് കേട്ടോ ആസ്പെക്ട് റേഷ്യോ കിടക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് ഈ യൂട്യൂബ് ഈ 16:9 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു ടൈറ്റിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു റീലിനോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ സൈസിൽ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൈൻ മാസ്റ്റർ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കേട്ടോ വരിക. ഒരു മീഡിയ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മീഡിയ എന്നുള്ളൊരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നമുക്ക് വേണ്ട ഒരു വീഡിയോ ഒരു ഫോട്ടോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജസ്റ്റ് മേലെ ഈ ഒരു ഇൻഡു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓക്കെ, ഇതിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിപ്പോൾ രണ്ട് സൈസിലുള്ള വീഡിയോ. ഓക്കെ, ഇത് 16:9 കറക്റ്റ് ഫ്രെയിമിൽ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇത് പക്ഷേ ഒരു റീൽ സൈസ്, സൈഡ് മൊത്തം ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ ഒന്ന് ജസ്റ്റ് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ഷൻ ആവുന്നതാണ് കേട്ടോ. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് പിന്നെ വരാം. നമ്മൾ ഇനി ചെയ്തത് ഈ താഴെ ഈ ഒരു പ്ലേസിൽ നമുക്ക് ഇങ്ങനെ രണ്ട് പേരിൽ വെച്ച് ഈ സൂം ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ ഈ സൂം ഔട്ട് ചെയ്യാനും, ഈ ടൈമിൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. അതായത് നമ്മൾ ഒരുപാട് ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരുപാട് ക്ലിപ്പ് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ഇതാണോ ഇത്രയും ലെങ്ത് വരും. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വീഡിയോ തന്നെ ഇത്രയും ലെങ്ത് വരും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടാനുസരണം മീൻസ് നമ്മളൊക്കെ ഒരു കാണാൻ പറ്റുന്ന രീതിയിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് വീഡിയോയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്. സെക്കൻഡ് വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പാൻ ആൻഡ് സൂം ഉണ്ടോ, അത് ജസ്റ്റ് ഇത് ഈക്വൽ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് രണ്ട് പേരിലുണ്ട് സ്ക്രീനിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രെയിമിലേക്ക് ഫില്ലായിട്ട് കിട്ടും. ഓക്കെ, നമ്മൾക്ക് ഇഷ്ടാനുസരണം നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ബാക്ക് അടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതും സൂം ചെയ്യുന്നതും. ഓക്കെ, ഇനി നമ്മൾക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട പോർഷൻ മാത്രം, എനിക്കിപ്പോൾ ഈ ഒരു സാധനം ഒന്ന് ഇങ്ങോട്ട് തിരിയുന്നത് ഇങ്ങോട്ട് നോക്കുന്ന ഇതിന് മുമ്പുള്ള പ്ലേസ് എനിക്ക് വേണ്ട. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഇവിടെ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്ന് കണ്ടോ, അത് ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ട്രിം ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കട്ടാവും.
ഓക്കെ. ട്രിം റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ ഈ ടൈം ലൈൻ എവിടെയാണോ വെച്ചിരിക്കുന്നത്, ഈ ഒരു റെഡ് കളറിൽ കാണുന്നതാണ് ടൈം ലൈൻ കേട്ടോ. അത് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിന് ശേഷമുള്ള കട്ടായി പോകും. പിന്നെ അടുത്തതിന് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ട്രിം ലെഫ്റ്റ് കാണിച്ചു തരാം. ട്രിം ലെഫ്റ്റ് കണ്ടോ, ലെഫ്റ്റ് സൈഡിലുള്ളത് കട്ടായി പോയി. ട്രിം റൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ചെറിയ പോർഷൻ മാത്രം നിന്ന് റൈറ്റ് സൈഡിലെ എല്ലാം കട്ടായി പോയിരിക്കുകയാണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിന് സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട പോർഷൻ വെച്ചിട്ട് അവിടെ രണ്ടാക്കാം. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കുക. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നെ ഈ വൈറ്റ് ഇതിൻ്റെ ഈ രണ്ട് വീഡിയോസിൻ്റെയും ഇടയിൽ ഈ വൈറ്റ് വീഡിയോ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതൊന്ന് ഹോൾഡ് പ്രസ് ചെയ്യുക. അപ്പോൾ അതാണ്ട ഇത് വെളിയിലേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വേണ്ട രീതിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് നമ്മൾ കട്ട് ആൻഡ് ട്രിം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മീൻ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അങ്ങനെ ഒരു സൗണ്ട് എഫക്റ്റ് മീൻസ് നമുക്കൊരു സോങ്ങും നമുക്ക് ആവശ്യമുള്ള എല്ലാം ആഡ് ചെയ്യാൻ നോക്കാം. അതിനിവിടെ ജസ്റ്റ് ഇവിടെ ആഡ് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് വേണ്ട ഒരുപാട് നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ ഓഡിയോസ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ ഇവിടെ ഈ സോങ് ആഡ് ആയിരിക്കണം. ഓക്കെ. ഈ സോങ്ങിലും ഇതേപോലെ ഉണ്ട് ട്രിം, സ്പ്ലിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ രണ്ടൊരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു എക്സ്ട്രാ ഇപ്പം നമ്മുടെ ലോഗോയോ എന്തെങ്കിലും ആഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇവിടെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലാങ്ക് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ഒരു ലോഗോ അങ്ങനെ വിചാരിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഇൻറ്റു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെതാ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോഗോ വെക്കുന്ന പോലെ ജസ്റ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ. ഇതാണ് ഓവർലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വേറൊരു ഒബ്ജക്റ്റ് കൊണ്ടുവയ്ക്കാം. പിന്നെ ഇതിൽ നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു പോവാം. ഈ ബ്ലെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഈ നോർമൽ, മൾട്ടിപ്ലേ, ഡാർക്കൻ, കളർ ബേൺ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ലോഗോ വെക്കുമ്പോൾ ആ വീഡിയോ ആയിട്ട് അത് ബ്ലെൻഡായി കിടക്കും. ഇപ്പോൾ മൾട്ടിപ്ലേ വെച്ച് കഴിഞ്ഞാൽ നോർമൽ കളർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതെന്ന് പറയാൻ പോകുന്നത് ഇതിൽ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ട്രാൻസിഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ട്രാൻസിഷൻസ് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഒരു വീഡിയോയിലും അടുത്ത വീഡിയോയ്ക്ക് പോകുന്ന ഒരു പോർഷനാണ് ഈ നമ്മൾ ട്രാൻസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ ഒരു സെൻറ്റർ ഉണ്ട്, ഒരു വൈറ്റ് പോർഷൻ. ഈ വൈറ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കൈൻ മാസ്റ്ററിൽ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അവിടെ ഇഷ്ടം പോലെ കസ്റ്റമായിട്ട് അവർ തന്നെ തരുന്നൊരു ഡിഫോൾട്ട് ട്രാൻസിഷൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് വേണ്ട ഏതാണ് ഇപ്പോൾ 3D ട്രാൻസിഷൻ നമ്മൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രാൻസിഷൻ അതിൽ ആഡ് ചെയ്യുക. എനിക്കിപ്പോൾ ഇത് ബെറ്റർ ആയി തോന്നി, അപ്പോൾ ഞാൻ ഇതിവിടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ജസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു അനിമേഷൻ എനിക്ക് കൊടുക്കണം തോന്നി. ഇനി ഞാൻ വേറൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, ഒരു സ്മൂത്തായിട്ട് നമ്മളുടെ ആ ഒരു ഫെയ്ഡായിട്ട് അങ്ങനെ പോയി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത് ഫിൽറ്റേഴ്സ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ആ ഒരു ഫിൽറ്റേഴ്സ് ഇതിനെങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ അതെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ് ഡിഫോൾട്ടായിട്ട് തന്നെ. നമ്മൾ ഈ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണും ഫിൽറ്റർ എടുത്ത് ഇതിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് മാത്രം ഒന്ന് യൂസ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലൊരു കളർ ചേഞ്ച് കണ്ടോ, ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ ഈ 100 കണ്ടോ, അത് കുറച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറയും. ഇതിന് നമ്മൾക്ക് എത്രത്തോളം ഈ ഫിൽറ്റർ ഇതിൽ എഫക്റ്റ് ചെയ്യണോ അതുപോലെ വെക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 80%, കാരണം ഇതൊരു സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുക. കൈൻ മാസ്റ്ററിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രിം, കട്ട്, ആഡ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഫോട്ടോസ് ട്രിം ചെയ്യാൻ പഠിച്ചു, ഓവർലേ പഠിച്ചു. ഇനി മ്യൂസിക് ആഡ് ചെയ്യുന്നത് പഠിച്ചു. ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ഒരു ട്രാൻസിഷൻ കൊടുക്കാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണും, മാജിക് റിമൂവർ ബാക്ക്ഗ്രൗണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ടൈം എടുക്കും നമ്മളെ വീഡിയോ ലെങ്ത്തും കാര്യങ്ങളനുസരിച്ച്. ഇത് നമ്മൾ ഓവർലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുക. കൂടുതലും കണ്ടുവരുന്നത് ഓവർലേയിൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ട് മാറ്റി വെക്കാനോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ കൊണ്ട് വെക്കുക. കണ്ടോ, ഇതുണ്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറി ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് നമുക്ക് ആ ഒരു അനിമൽ മാത്രമായിട്ട് കിട്ടി. ഇത് നമ്മൾ ഇതുണ്ടോ
കണ്ടോ, വേറൊരു ലെയർ അടിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പോലെ മേലെ തന്നെ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഒബ്ജക്റ്റ് വേറെ വെക്കുക, അപ്പോൾ നമ്മൾ വേറൊരു പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു അനിമലിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് എടുത്ത് നിർത്തി കാണിക്കും. വേറൊരു പ്ലേസിൽ ഈ ഒരു അനിമലിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി, പക്ഷേ ആ നമുക്ക് വേണ്ട അനിമലിനെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. ഇത് കുറേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. കൂടുതൽ യൂസ് ചെയ്ത് നമുക്ക് അത് എവിടെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അടുത്ത് നമ്മൾ ഇതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നു, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിപ്പോൾ ഇഷ്ടമുള്ളത്, ഇപ്പോൾ ഞാൻ ലയന്ന് കൊടുക്കുകയാണ്, ഓക്കെ എന്ന് കൊടുത്തു. ലയന്ന് കൊടുത്തു. ഇതാ ഈ ഉള്ളിൽ ഈ കോർണറിൽ പിടിച്ച് വലുതാക്കും. സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ പിടിച്ച് കഴിഞ്ഞാൽ പറ്റും നമുക്ക്. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇനി അടുത്തത് നോക്കണം, കീ ഫ്രെയിം എന്നാണ്. കീ ഫ്രെയിം ഇതേപോലെ ഓവർലേയിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു കീ ഫ്രെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് അനിമേഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കീ ഫ്രെയിം കൊടുക്കാന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടിലൊരു ഡോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് 1 2 3 4 ഓപ്ഷനാണ് ഈ കീ ഫ്രെയിം. ഇപ്പം ഞാൻ ഈ ടൈം ലൈൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടോ, അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ തന്നെ കീ ഫ്രെയിം അവിടെ വന്നിട്ടുണ്ടാവും. ആ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ലേ എന്നുള്ളത്